കണ്ണൂരിലെ കലോത്സവ നഗരിയിൽ നിന്ന് വരുന്നതൊന്നും ഉത്സവ അന്തരീക്ഷത്തിൻ്റെ വാർത്തകളല്ല. കലോത്സവത്തിൻ്റെ കൊടി കണ്ണൂരിൽ ഉയർന്നപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കൊടികൾക്ക് മുകളിൽ അതിന് പറക്കാനായില്ല. തുടക്കത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ കലോത്സവത്തെയും ആ നഗരിയെയും കലാപോത്സവ നഗരിയാക്കിയതാരാണ്? അത് ആരായാലും ഈ കുട്ടികൾ, ഈ കലാകാരന്മാർ എന്ത് തെറ്റ് ചെയ്തു? കേൾക്കുന്നില്ലേ? ഇനി എള്ളും പൂവും ദർഭവിരലുകൊണ്ടെന്നുള്ള പ്രാർത്ഥനയോടെ ഇലയിലിടുക. ആ ഉരുളവച്ച് നാക്കില്ല, തെക്കോട്ട് തലയിരിച്ചു വെച്ച് അല്പം മാറി എന്ന് ഉച്ചത്തിൽ അങ്ങനെ കൈകൊട്ടുക. വരട്ടെ നാല് ഭാഗത്തു നിന്നും പിണ്ടമുക്കുകൾ. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ യുവജനോത്സവം നടക്കുമ്പോൾ ഈ ഹർത്താൽ വെച്ചാൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ ഹർത്താൽ വെച്ചത്. എല്ലാവരും ഹർത്താലിൻ്റെ വില മനസ്സിലാക്കണം. കണ്ണൂരിൽ വിലാപയാത്ര നടക്കുകയാണ്. നമ്മുടെ പ്രതിനിധി രാജു അവിടെയുണ്ട്. രാജു, ഹലോ രാജു. ഹലോ രാജു, കേൾക്കുന്നുണ്ടോ? ഹലോ, ആരാണ്? രാജു, കേൾക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. നീ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഭയങ്കര കൂടുതൽ ആളുകൾ. നീ പെട്ടെന്ന് പറയൂ. അതായത് ഇവിടെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ പ്രശ്നം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് വരാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം എൻ്റെ വിലാപയാത്ര നാളെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം ശനി. ഓക്കെ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളൂ. നമുക്ക് ഇതെല്ലാം എടുത്ത് നമുക്ക് കെട്ടിക്കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഹർത്താലോ? എവിടെ? അതും കേരളത്തിലോ? എനിക്കറിയാൻ പാടില്ല. എൻ്റെ പാർട്ടി തന്നെ 10-25 ഗ്രൂപ്പായി വിഭജിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഏത് ഗ്രൂപ്പിലാണെന്ന് പോലും എനിക്കറിയില്ല. ഹർത്താലിൻ്റെ ഒരു കാര്യം പോലും എനിക്ക് അറിയില്ല. ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പേടിയാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. കൊലപാതകം എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു വാഴക്കൊല വെട്ടാൻ വേണ്ടി പോകുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് വ്യാഖ്യാനിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ പൈശാചികവും വളരെ ഒരു കരുണയുമില്ലാതെ എന്തിനാണ് ഈ മനുഷ്യനെ വാഴക്കൊല വെട്ടുമ്പോൾ നമ്മൾ കാണിക്കുന്ന മാന്യത പോലും കൽപ്പിക്കാതെ എന്തിനാണ് ഇങ്ങനെ വെട്ടി നുറുക്കി കൊല്ലുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നാളെ മുതൽ ഹർത്താലില്ല, ഇല്ല, ഇല്ല. അത് പണിമുടക്ക് എന്ന പേരാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാം മറക്കാനുള്ള മരുന്നാണ് കലയും സംഗീതവും എല്ലാം എന്നിരിക്കെ പരിപാടികളെല്ലാം ഒരു ഭംഗവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെ കരുതാം. ഒപ്പം പല നാടുകളിൽ നിന്നെത്തിയ കലാകാരന്മാരെ കണ്ണൂരിൻ്റെ കറുത്ത മുഖം കാണിച്ചു കൊടുക്കരുത്. ഏറ്റവും വലിയ കലാസ്നേഹികൾ തങ്ങളാണെന്ന് ഊറ്റം കൊള്ളുന്നവർ തന്നെ ഈ കലോത്സവത്തെയും ശുഭ പര്യവസാനിയാക്കുമെന്ന് കരുതിക്കൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. മോദി നോട്ട് പിൻവലിച്ചതിന് പിന്നാലെ BJPക്കാർ തന്നെയും കൊച്ചാക്കി കളഞ്ഞെന്ന് കോടിയേരി. ഒരു പ്രമുഖ BJP നേതാവ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവസാനം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ അറിയുമോ? ഇപ്പം ബുദ്ധിമുട്ടുണ്ട്, ശരിയാ, പക്ഷെ 2 കൊല്ലം കഴിഞ്ഞാൽ ഗുണം കിട്ടും. ഇനി നീ എങ്ങാനും തൻ്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ബാലകൃഷ്ണേട്ടൻ. അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ ബാങ്കിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നു അക്കൗണ്ട് എടുക്കാൻ. എന്നോട് ചിലർ ചോദിച്ചു, എല്ലാം അക്കൗണ്ട് എടുക്കണോ? ഞാൻ പറഞ്ഞു, എടുത്തോ, കിട്ടുന്ന പോക്കണ്ട 15 ലക്ഷം. CPMകാരെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും കോടിയേരി. ഉശിരൻ തീരുമാനങ്ങളെടുത്ത് BJP നേതൃയോഗം കോട്ടയത്ത് സമാപിച്ചു. പിണങ്ങി നിൽക്കുന്ന സാഹിത്യകാരന്മാരെ വീട്ടിലെത്തി ക്ഷണിക്കാൻ തുടങ്ങി. എവിടെ നിന്റെ നമ്പൂരി? എന്താ കാര്യം?
ഇവിടെ എന്നെ സ്വൈര്യം കെടുത്താൻ വരരുത്, പൊയ്ക്കോളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വൈകിയാണെങ്കിലും തന്റെ ഇല്ലത്തുള്ളവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാ. കോട്ടയത്ത് യോഗം നടത്തിയിട്ടും തന്നെ കെട്ടാത്തതിൽ മാണിക്ക് അരിശം. വിവാഹം കഴിക്കുന്നതിലും ഭേദം ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. കലോത്സവം എത്തിയിട്ടും പതിവ് തെറ്റിക്കാതെ കണ്ണൂർ. കേൾക്കുന്നില്ലേ? കുട്ടികൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ തത്സമയം റോഡിൽ കാണിച്ച് കണ്ണൂർ നഗരം. ഇനി എള്ളും പൂവും ദർഭവിരലുകൊണ്ടെന്നുള്ള പ്രാർത്ഥനയോടെ ഇലയിലേക്കിടുക. ആ ഉരുളവച്ച് നാക്കില്ല തെക്കോട്ട് തലയിരിച്ചു വെച്ച് അല്പം മാറി എന്ന് ഉച്ചത്തിൽ അങ്ങനെ കൈകൊട്ടുക. ഡെമോക്രസിയുടെ ഇന്നത്തെ ഭാഗവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.